നാഫിയായ ഇൽമ് ഉപകാരപ്രദമായ വിവരം എന്ന് പറഞ്ഞാലും ലാറായ ഉപദ്രവമുള്ള വിവരം എന്ന് പറഞ്ഞാലും വിവരല്ല രണ്ടെണ്ണം, ആളാണ് രണ്ടെണ്ണാകുക. ചേകനൂര് എന്നൊരു ചെങ്ങായി ഉണ്ടായിരുന്നു. അയാള് കുറെ കാലം ഖുർആൻ പഠിച്ചപ്പോ നിക്കാരം 3 ഉള്ളൂ എന്നാ മൂപ്പർക്ക് കിട്ടിയത്. പഠിച്ചത് ഖുർആനല്ലാത്തതുകൊണ്ടല്ല പ്രശ്നം, ആള് ചേകനൂരായതാ പ്രശ്നം. നാഫിയായ ഇൽമ എന്ന് പറഞ്ഞാല് ആള് നാഫി അല്ലാതെയായാൽ അവന്റെ ഇൽമ നാഫി അല്ലാതെയാവും. ആള് ഉപകാരമുള്ള ആളാണെങ്കിൽ അവന്റെ എല്ലാ വിവരവും ഉപകാരമുള്ളതാവും. ഒരു ഉപകാരമുള്ള മനുഷ്യന് മൈക്ക് നേരാക്കാൻ പഠിഞ്ഞാൽ അതും നാഫിയായ ഇൽമോ. ആള് നാഫിയായ മനുഷ്യനാണെങ്കിൽ അയാൾക്ക് മൊബൈൽ നേരാക്കാനാണ് പഠിഞ്ഞിരുന്ന് നോക്കുക, അതൊരു നാഫിയായ ഇൽമ. ആള് ഉപദ്രവമുള്ള ആളാണെങ്കിൽ ഓൻ ഖുർആൻ ഹാഫിദായിട്ടും കാര്യം ഉണ്ടാവില്ല, അത് ഉപദ്രവം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആള് നാഫിയാവുക എന്നതാണ് വളരെ പ്രധാന.